ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും കൂടെ തേനിയിലോട്ടൊന്ന് പോയാലോ? കുറേ ദിവസമായില്ലോ ഒരു ഔട്ടിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ തേനിയിലോട്ട് പോവാം. ഈ യാത്ര എന്ന് പറയണത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. ഇത് പെട്ടെന്ന് നമുക്ക് മുന്നിൽ വന്നൊരു യാത്രയാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ആ സമയത്ത് തീരുമാനിച്ചൊരു യാത്രയാണ്. 12 മണിക്ക് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 11 മണിക്കായിരിക്കും നമ്മൾ പെട്ടെന്ന് അതങ്ങനെ തീരുമാനിച്ചത്. അതെന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ പോണത് ഞാനും ചേട്ടനും പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ അച്ഛൻ്റെ അമ്മ പിന്നെ പൊന്നൂസും ഞാനും. നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത്. നമ്മൾ 5 പേരായിട്ടാണ് പോകുന്നത്. ബ്രദറിൻ്റെ കാറിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ചേട്ടൻ്റെ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ യാത്ര തിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് തീരുമാനിച്ചു. 12 മണിക്ക് നമ്മൾ ഇറങ്ങിയെടുത്ത് 12 മണിക്ക് നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരോടും ഈ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് തിരിക്കുകയാണ്. മധുര വഴിയല്ല പോണത്, കോട്ടയം കുമളി വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 50-60 കിലോമീറ്ററോളം നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരിച്ചു. വഴിയിൽ വെച്ചിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു. അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 11 മണിക്കാണല്ലോ 12 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ രാവിലെ കാപ്പി കുടിച്ചിട്ട് 12 മണിക്ക് അപ്പോൾ നമ്മൾ പഴങ്കഞ്ഞി കുടിച്ചായിരുന്നു. നമ്മളെല്ലാവരും അതാണ് കുടിച്ചത്. അത് കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഴഞ്ഞി എന്നാണ് പറയണത്. പഴഞ്ചോറ് പഴങ്കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഇറങ്ങി ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരു സൈഡിലോട്ട് നമ്മൾ ഒതുക്കി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ കടയിൽ നല്ല കാർ ഒതുക്കിയിടാനും പറ്റുമായിരുന്നു. എല്ലാവർക്കും നിന്ന് ചായ കുടിക്കാനും പറ്റും. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. കൊല്ലത്താണ്. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ. കൊല്ലത്ത് നല്ലൊരു സ്പോട്ട് നോക്കി നമ്മൾ നിർത്തി. ഉഴുന്നുവട, പരിപ്പ് വട, വാഴയ്ക്കപ്പം, മുളക് ബജി, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഉഴുന്നുവടയും ഒരു മുളക് ബജിയും വാങ്ങിച്ചു. അവർ രണ്ടുപേരും, ചേട്ടനും മുളക് ബജി തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ വിഷ്ണു എന്നാണ് കേട്ടോ സഹോദരൻ്റെ പേര്. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണുവേട്ടൻ വാഴയ്ക്കപ്പം അതാണ് വാങ്ങിച്ചത്. പിന്നെ അച്ചാമ്മയ്ക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കാരണം യാത്രയിൽ അങ്ങനെ ഇത്രയും ദൂരം അവർക്ക് വന്ന് ഒരു ശീലമില്ലാത്തതാണ്. അപ്പം ഇത്രയും ദൂരം വന്നപ്പോൾ തന്നെ അവരങ്ങോട്ട് തളർന്നു. ഇനി ഇത്ര ദൂരം പോവേണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ആഹാരമൊന്നും വേണ്ട, ചിലപ്പം ഛർദ്ദിച്ചാലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇതാ നമ്മൾ കോട്ടയം കുമളി വഴി അങ്ങനെ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പോണത് എന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞ് സിദ്ധുവിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തിയെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു ചടങ്ങായിരുന്നു അന്ന്. വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങിന് അന്ന് രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ ഇറങ്ങിയ സമയത്ത് ഒരു പെട്ടി അവരുടെ കാറിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വയ്ക്കാൻ ഫ്രണ്ടിൽ അവരിരിക്കുന്ന സീറ്റിൽ വയ്ക്കായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ഇത്രയും ദൂരം പോവേണ്ടതല്ലേ. അപ്പോൾ അതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് പോയി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും പെട്ടി നമ്മൾ കൊണ്ടുവരാം, നിങ്ങൾ പോണതിൻ്റെ വേക്ക് നമ്മൾ വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ കവി ചോദിക്കുകയാണ്, വരുമല്ലോ അല്ലേ? വരില്ല, കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിലാണ് ഇരിക്കുന്നത്. അവന് പിറ്റേ ദിവസം കൊച്ചിയിലോട്ട് പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉറപ്പായിട്ട് വരും, നിങ്ങൾ ഫ്രണ്ടിൽ നോക്കിയാൽ നമ്മൾ ബാക്കിൽ നിന്ന് ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് സത്യം. അങ്ങനെയാണ് നമ്മൾ അവരുടെ കൂടെ അവരുടെ കൂടെ അല്ല, അവർ മധുര വഴിയാണ് പോണത്. അവർ 10-10:15 ഇപ്പോൾ അവർ ഇറങ്ങി. നമ്മൾ ആ സമയത്ത് തീരുമാനിച്ചതാണ്. നമ്മൾ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ 12 മണിയൊക്കെ ആകുമ്പോൾ തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചതാണ് കേട്ടോ. അല്ലാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലായിരുന്നു. ആ സമയത്ത് നമ്മളെടുത്ത ഒരു തീരുമാനമായിരുന്നു. പിന്നെ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അച്ചാമ്മ ആദ്യമായിട്ടാണ് പോണത് അവളുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ അച്ചാമ്മ വരാമെന്ന് പറഞ്ഞു. ഇത്രയും ദൂരം യാത്ര ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വീട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു ആശ പറഞ്ഞു. പിന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ്റെ വണ്ടി, പിന്നെ ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടനും കൂടെ വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും പൊന്നൂസും ചേട്ടനും, അതാണ് കേട്ടോ. പിന്നെ ചേച്ചിയും കൂടെ വരാമെന്ന് വെച്ചാൽ ചേച്ചിയും ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. സിദ്ധുവിനേക്കാളും കറക്റ്റ് 1 മാസത്തിന് ഇളയതാണ് അവൾ. അപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ ഒരു ദിവസം തേനിയിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കോട്ടയത്ത് എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് നമ്മൾ വളരെ ലൈറ്റായിട്ടാണല്ലോ നമ്മളിന്ന് കഴിച്ചത്.
കാരണം ഉച്ചയ്ക്ക് കഴിഞ്ഞ് കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു. അപ്പോൾ പിന്നെ ഇതിൽ ലൈറ്റായിട്ടൊരു ഫുഡ് നമുക്ക് വേറെ കണ്ടില്ല. പൊറോട്ടയും അൽഫാമും പിന്നെ എന്തൊക്കെയോ ഷവായി അങ്ങനെ എന്തൊക്കെയൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി. കഴിച്ചിട്ട് നമ്മളിതാ 10:30 മണിക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മൾ കവിയുടെ വീടെത്തിയിട്ട് നമ്മൾ ഒരു 10:30 മണിക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു, ഓർമ്മയില്ല എനിക്ക്. 10:30 മണി കഴിഞ്ഞ് വീടെത്തിയപ്പോൾ അവിടെ അവരെത്തിയ സമയം നമുക്ക് മുമ്പേ അവരെത്തിയായിരുന്നു. അവരെത്തിയ സമയത്ത് തന്നെ വെൽക്കം ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവർ സെലിബ്രേറ്റ് ചെയ്തൊരു സമയമായിരുന്നു നമ്മളെത്തിയത്. നമ്മൾ വന്നിട്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേക്ക് നമ്മൾ അപ്പോഴും മുറിച്ചില്ല, പിറ്റേ ദിവസം മുറിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ബേബി വന്നിട്ടുള്ള അടുത്ത ഒഴുക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. എൻ്റെ മടി കിടക്കുന്നത് കണ്ടോ ആരാണെന്ന്. 3 മാസം ആവാറായി അവന്. ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിൽ ആൺകുട്ടികൾ വളരെ കുറവാണ്. ആൺകുട്ടികൾ 1-2 പേരുള്ള ചേച്ചിക്ക് മാത്രമാണ് 2 ആൺകുട്ടികളെ കിട്ടിയത്, ബാക്കി എല്ലാം പെൺകുട്ടികളാണ്. നമ്മളും പെൺപിള്ളേരാണ്, നമുക്ക് കിട്ടിയതും പെൺപിള്ളേരാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ആൺപിള്ളേർ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ സിദ്ധുവിനെ നമ്മൾ ഒരുപാട് എല്ലാവരും ഇഷ്ടമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്ക് ഇഷ്ടമാണ്, അങ്ങനെയല്ല. പക്ഷേ ആൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്, ആൺകുട്ടി ആണെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ നേരം വെളുത്തു. ഞാൻ അപ്പോൾ ഇൻട്രോ ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അതുകൊണ്ട് പിറ്റേ ദിവസത്തേതും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് വൈൻഡപ്പ് പറയാൻ വിചാരിച്ചു. രാവിലെ അത് നേരം വെളുത്ത് നല്ല രസമുണ്ട് അവരെ വീടിൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. വീട് നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ. എന്നാലും ഈ വീട് വെച്ചിട്ട് ഏതാണ്ട് അവരുടെ കല്യാണ സമയത്താണ് ഈ വീട് വെച്ചത്. അവർ പഴയൊരു വീട്ടിലാണ് താമസിച്ചത്. ഇപ്പോൾ വീട് വെച്ചിട്ട് ഏതാണ്ട് ഒരു 2 വർഷം 3 വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ വീട് വെച്ചിട്ട്. അങ്ങനെ രാവിലെ എണീറ്റ് അടുക്കളയിൽ ഇത് കവിയുടെ അമ്മയും അനിയത്തിയും കൂടെ ചെറിയ ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ തന്നെ എല്ലാം ചെയ്യണം. നമ്മളെ കൊണ്ടൊന്നും അടുക്കളയിൽ കയറിപ്പിക്കില്ല. എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചെറിയ ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് കേട്ടാലും ഒന്നും ചെയ്യത്തില്ല കേട്ടോ, ചെയ്യിക്കത്തില്ല. രാവിലെ ഉപ്പുമാവാണ് കാപ്പി. പിന്നെ ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, മട്ടൺ അടുപ്പിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുവാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു രീതി എന്ന് പറയണത്. അപ്പോൾ ഉപ്പുമാവായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തലേ ദിവസം നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാണല്ലോ വന്നത്. പക്ഷേ ഇവിടെ വന്ന് അവർ കച്ച ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. ചോറും സാമ്പാറും പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കഴിക്കാൻ പറ്റില്ല. ക്യാബേജ് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയാണല്ലോ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ അതിനെ ചൂടാക്കി എൻ്റെ പങ്ക് ഞാനതങ്ങ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് തേനിയിലെ വിശേഷങ്ങൾ. ഇനി ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാതിരുന്നാൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ, സീ യു.